ഹലോ, നമസ്കാരം. ഇന്ന് ജൂൺ 9 ലോക ബ്രെയിൻ ട്യൂമർ ദിനമാണ്. നമ്മുടെ ചലനശേഷി, നമ്മുടെ സംവേദനക്ഷമത, നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ തലച്ചോറിന് ബാധിക്കുന്ന ചെറിയ ഒരു അപക്ഷയം പോലും വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും എന്ന് ഏവർക്കും അറിവുള്ളതാണല്ലോ. ബ്രെയിൻ ട്യൂമർ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നതാണ് പ്രധാന കാര്യം. നമ്മൾ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതും സൈനസൈറ്റിസ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതും മൂഡ് ഡിസോർഡർ വഴിയുള്ള ടെൻഷൻ ഹെഡേക്ക് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതും ജലദോഷപ്പനിയുമായി അനുബന്ധമായി വരുന്ന തലവേദന എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതും നമ്മൾ സ്വമേധയാ മരുന്ന് വാങ്ങി കഴിക്കുന്നതും സ്ഥിരമായി ഒരു ഡോക്ടറെ ഈ കാര്യത്തിന് കൺസൾട്ട് ചെയ്യാതിരിക്കുന്നതും ഒക്കെ ഈ രോഗം തിരിച്ചറിയപ്പെടാതെ പോകുന്നതിന് പ്രധാനമായ കാരണമായി മാറുന്നു എന്നുള്ളതാണ് സത്യം. പലരും ഡോക്ടർ 1, 2, 3 തവണ ഈ പ്രധാന കാര്യവുമായി രോഗി സമീപിക്കുമ്പോൾ മാത്രമേ അതിന് ടെർഷ്യറി ലെവലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നിർദ്ദേശിക്കാറുള്ളൂ. അത് സാമാന്യേന പണച്ചെലവുള്ള ഒരു സംഗതിയുമാകാം. പലപ്പോഴും ഈ ഡോക്ടർ ഇത്തരം ഒരു ചികിത്സാ രീതി നിർദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിശോധന രീതി നിർദ്ദേശിക്കുമ്പോൾ രോഗി മറ്റൊരു ഡോക്ടറെ തേടിപ്പോവുകയാണ് അധികവും നടക്കുന്നത്. ഇക്കാരണത്താൽ തന്നെ ഇത് ആരംഭത്തിൽ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ഈ ബ്രെയിൻ ട്യൂമർ വരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന ട്യൂമർ തന്നെ ആകണം എന്നില്ല. പലപ്പോഴും ഇത് ഒരു അവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു ബെനിയൻ ടൈപ്പ് ട്യൂമറാകാം, അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് മെറ്റാസ്റ്റാസിസ് ഉള്ള ഡിസ്റ്റൻ്റ് റൂട്ടുകൾ റിലേഷൻസും ഉള്ള ക്യാൻസർ ആകാം. അപ്പോൾ കാരണം എന്തായാലും അത് സ്ഥിരമായി ഒരു കുടുംബ ഡോക്ടർ സംവിധാനമോ അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഇരിക്കുകയോ ഈ രോഗം തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ആ പരമാർത്ഥത്തെ ഇനിയെങ്കിലും തിരിച്ചറിയുക. ഇത്തരം തലവേദനകൾ പലപ്പോഴും വേദന സംഹാരി ഗുളികകൾ കഴിച്ചാലും അതിന് വഴിപ്പെടാറില്ല. ഗുളിക നിഷ്ഫലമായി തോന്നുകയും ചെയ്യും. ഒന്ന് പ്രധാനമായ ഒരു കാര്യം അതാണ്. മറ്റൊരു കാര്യം, ഛർദ്ദിക്കാൻ വലിയ ഓക്കാനമോ ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസോ ഇല്ലാതെ തന്നെ രോഗി ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കുറഞ്ഞതായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് പലരും ഈ ഗൂഗിൾ സെർച്ച് വഴി ഇതൊരു മൈഗ്രെയിൻ ഹെഡേക്കാണ് എന്നങ്ങ് സ്വയം തീരുമാനമെടുക്കുകയും ചെയ്യും. ഈ രക്തക്കുഴലുകളുടെ പാർശ്വഭിത്തികൾ സുതാര്യമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രഷറൈസ് ചെയ്യുകയോ അതിൻ്റെ ഘടനാ വ്യതിയാനങ്ങൾ കൊണ്ടോ അത് പുറത്തോട്ട് ചെറിയൊരു ബലൂൺ പോലെ ബൾജ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇതിനെ അനൂറിസം എന്ന് പറയും. ഈ അനൂറിസം വരുന്ന രക്തക്കുഴലുകൾ സമീപത്തുള്ള നമ്മുടെ തലച്ചോറിൻ്റെ ലോലമായ ഭാഗങ്ങളെ കൂടുതൽ പ്രഷറൈസ് ചെയ്യുകയും യൂറിനറി ഇൻകോണ്ടിനൻസ് വരികയും മൂത്രം പോകുന്നതിൽ ചില അസ്വാഭാവികമായ ലക്ഷണങ്ങൾ കാണിക്കുകയും ഒപ്പം തന്നെ നമ്മുടെ ലോക്കോമോട്ടോർ രീതിയിൽ ചലനത്തിന് കാല് വലിച്ചു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വാഭാവികമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാം. ഇതിന് ഒപ്പം തന്നെ ഡിമെൻഷ്യ പോലുള്ള മറവി രോഗങ്ങളും വരാം. അപ്പോൾ ഇതൊക്കെ മറ്റ് പല രോഗങ്ങൾക്കും വരാമെങ്കിലും ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് നിങ്ങളുടെ കുടുംബ ഡോക്ടറാണ് ഇതിനെപ്പറ്റി ഒരു തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ പലരും ഈ ഒരു കൺസ്യൂമർ മൈൻഡിലാണ് ആശുപത്രിയിലെ ഡോക്ടറെ സമീപിക്കുന്നത്. സ്ഥിരമായി ഒരു ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലമോ കുടുംബ പാരമ്പര്യ സ്വഭാവമോ ഒന്നും വിലയിരുത്താതെയും ഒക്കെ സ്നാപ്ഷോട്ടായിട്ട് കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡോക്ടറെ തേടി പോകുന്ന ഒരു സാമൂഹ്യ രീതി നമ്മുടെ നാട്ടിൽ നിന്ന് സാർവത്രികവുമാണ്. അപ്പോൾ ഈ ബ്രെയിൻ ട്യൂമർ എന്ന് കേട്ട് അന്തം വിടേണ്ട കാര്യമൊന്നുമില്ല. ബ്രെയിൻ ട്യൂമർ പലപ്പോഴും ഈ ബെനിയൻ ടൈപ്പ് ഓഫ് ട്യൂമർ ആയിരിക്കും. ബെനിയൻ ടൈപ്പ് ഓഫ് ട്യൂമർ ചികിത്സയ്ക്ക് വഴങ്ങുന്നതാണ്. അത് കണ്ടെത്തണം എന്നുള്ളതാണ് പ്രാധാന്യമുള്ള സംഗതി. ഈ കൂടുതൽ ലക്ഷണ സമൂഹങ്ങളെ പറ്റി ഗൂഗിൾ സെർച്ച് ചെയ്ത് തല പുണ്ണാക്കാതെ കുടുംബ ഡോക്ടറുമായി നിങ്ങളുടെ തലവേദന തുടങ്ങിയ കാലം അതിൻ്റെ പീരിയോഡിസിറ്റി, അതിൻ്റെ റിക്കറൻസ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി,
അതിൻ്റെ മൊഡാലിറ്റി, അത് എങ്ങനെ കൂടുന്നു, എങ്ങനെ കുറയുന്നു, എപ്പോൾ കൂടുന്നു, എപ്പോൾ കുറയുന്നു, ആഴ്ചയിൽ എത്ര ദിവസം വരുന്നു, ദിവസേന വരുന്നതാണെങ്കിൽ ഏത് സമയത്ത് വരുന്നു, ഇതിന് അസസ്സറിയായിട്ടുള്ള സിംറ്റംസ്, ഈ തലവേദനയ്ക്ക് ഒപ്പം തന്നെ വരുന്ന മറ്റ് ചില ലക്ഷണങ്ങൾ, ഇവയൊക്കെ വെച്ച് നിങ്ങളുടെ ഡോക്ടർ വിലയിരുത്തട്ടെ നിങ്ങളുടെ രോഗത്തെപ്പറ്റി. ഇത് ഏവരും ശ്രദ്ധയിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണ്. കേരള സമൂഹത്തിൽ 80% ആൾക്കാരും തലവേദനക്കാരാണ്. ഈ പറയുന്ന ഈ സംഗതികൾ കേട്ട് തലവേദന പുതുതായിട്ട് വന്നവരും ഒരു ന്യൂനപക്ഷം ഉണ്ടാകാം. എനിവേ, ഏവർക്കും തലവേദനയില്ലാത്ത ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.